ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം എനിമി സ്റ്റോറീസ്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ഫ്രാഗ്രന്റ് ഫ്ലവർ ബ്ലൂംസ് വിത്ത് ഡിഗ്നിറ്റിയുടെ 6ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുക സബാരു വഗൂരിന്റെ അടുത്ത് റിൻഡാരോനെ ഒരു ദിവസം ഞാൻ കണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ അവര് ചെറുപ്പത്തില് ആ പാർക്കിൽ വന്ന് കളിക്കുമ്പോ നടക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ കാണിക്കുവാണ്. അതില് വഗൂരി വന്നിട്ട്, സബാരു നീ കരയാതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ മങ്കി ബ്രാസ് കളിക്കാതെ, അത് കളിച്ചു കഴിഞ്ഞാൽ നീ താഴെ വീഴും, എനിക്കത് കണ്ടിട്ട് പേടിയാവണോന്ന് പറഞ്ഞിട്ട് സബാരു കിടന്ന് കാറി കരയുവാണ്. അപ്പൊ വഗൂരി, ഞാൻ അതിൽ ഇങ്ങനെയല്ലേ തൂങ്ങിയുള്ളൂ എന്ന് പറയുവാണ്. അപ്പൊ സബാരു, നീ അങ്ങനെയൊന്നും ചെയ്യാതെ എന്ന് പറയാണ്. ആ ഓക്കെ, എനിക്ക് മനസ്സിലായി എന്ന് പറയാണ് വഗൂരി. എന്നിട്ട് വഗൂരി വന്ന് അവളുടെ ഫേസിൽ പിടിച്ചിട്ട്, നീ പേടിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ കരയല്ലേ, ഒരുപാട് നന്ദിയുണ്ട്. വഗൂരി, അവള് ചെറുപ്പത്തില് വളരെ പ്രിറ്റിയാണ്, അഡോറബിൾ ആണ് അവളെ കാണാൻ, നീളമുള്ള കറുത്ത മുടികളും, അവള് വളരെ സ്ട്രോങ് ആണ്, കൂളാണ്, അവൾ എന്റെ ഹീറോയാണ്, എനിക്ക് വഗൂരിനെ പോലെ സ്ട്രോങ് ആവണം. അങ്ങനെ അടുത്ത സീൻ കാണിക്കുന്നത് സബാരു വഗൂരിന്റെ അടുത്ത്, നിനക്കറിയോ ഞാൻ റിൻഡാരോന്റെ അടുത്ത് സംസാരിച്ച കാര്യം? ഇല്ല, റിൻഡാരോ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്നിട്ട് സബാരു പറയാണ്, ഞാൻ നിങ്ങളെ ഒരു ദിവസം കഫേയിൽ വെച്ച് ഒരുമിച്ച് കണ്ടു, എന്നിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയപ്പോ ഞാൻ റിൻഡാരോന്റെ അടുത്ത് സംസാരിച്ചിരുന്നു, ഞാൻ അവനോട് ഇനി തൊട്ട് വഗൂരിനെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. വഗൂരി, ഞാൻ വളരെ സെൽഫിഷ് ആയാണ് ചിന്തിച്ചത്, എന്നോട് ക്ഷമിക്കൂന്ന് പറഞ്ഞിട്ട് അവള് തല കുമ്പിട്ട് നിൽക്കുവാണ് അവളുടെ അടുത്ത്. പെട്ടെന്ന് വഗൂരിക്ക് സങ്കടാവും. പക്ഷെ അവള് സബാരുവിനെ നോക്കിയിട്ട്, ദൈവമേ, നീ പെട്ടെന്ന് എന്റെ അടുത്ത് സോറി ചോദിച്ചപ്പോ ഞാൻ എന്തോ വലിയ കാര്യമായിരിക്കുന്ന പ്രതീക്ഷിച്ചത്, എനിക്കറിയാം ചിഡോരിയും കിക്കിയും ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ, പക്ഷെ നീ അത് അങ്ങനെ അവനോട് പറയാൻ കാരണം നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ? പെട്ടെന്ന് സബാരുവിന്റെ മനസ്സിലേക്ക് അവള് റിൻഡാരോന്റെ അടുത്ത് പറഞ്ഞില്ലേ എനിക്ക് അവളുടെ സന്തോഷം പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന്, അത് ഓർമ്മ വരുവാണ്. എന്നിട്ട് വഗൂരി, സബാരു നീ വളരെ കൈൻഡ് ആണ്. സബാരു എന്നിട്ട് മനസ്സിൽ കരുതുവാണ്, ഞാൻ അവളോട് ഇതൊക്കെ പറഞ്ഞിട്ടും അവൾ എന്നെ കുറ്റപ്പെടുത്തുന്നില്ല, അവൾ എന്നെ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് സബാരു ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, സബാരു റിൻഡാരോനെ കണ്ട് സംസാരിച്ചതിന് ശേഷം അവള് സ്കൂളിൽ പോയിട്ട് വഗൂരിക്ക് റിൻഡാരോ ആയിട്ട് സംസാരിച്ച കാര്യം അറിയുമോ അറിയില്ലെന്ന് കരുതിയിട്ട് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ വഗൂരി എപ്പോഴും പോലെ ആയിരിക്കും സബാരുവിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ സബാരുവിന് മനസ്സിലാവുകയാണ് റിൻഡാരോ വഗൂരിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, അതിന് കാരണം ചിലപ്പോ വഗൂരി സബാരുവിനെ വെറുക്കരുത് എന്ന് കരുതിയിട്ടായിരിക്കും. അപ്പോഴാണ് സബാരുവിന് ഇങ്ങനെ തോന്നുന്നത്, ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തത്, എന്റെ മേത്ത് ഒരു കറയായി, ഇനി ആ കറ വലുതായി എന്നെ ശ്വാസം മുട്ടിപ്പിക്കുന്നതിന്റെ ഉള്ളില് ഞാൻ വഗൂരിനോട് എല്ലാം തുറന്നു പറയണം. അങ്ങനെയായിരിക്കും സബാരു വഗൂരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക, എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചെറുപ്പത്തെ എങ്ങനെയാണ് ഇരുന്നത് അതേപോലെയാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്, ഞാൻ എന്റെ ഹീറോയിനെ നോക്കിയിട്ട് മുടി വളർത്തുകയും അവളെ പോലെ സംസാരിക്കുകയും ഞാൻ സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കാണിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഞാൻ ഉള്ളിൽ ഇപ്പോഴും വളരെ മോശമായിട്ടാണ് ചിന്തിക്കുന്നത്, എന്നോട് ക്ഷമിക്കൂ വഗൂരി എന്ന് പറഞ്ഞിട്ട് കരയുവാണ് സബാരു. പെട്ടെന്ന് വഗൂരി വന്നിട്ട് സബാരു ഫേസിൽ വെച്ചിരിക്കുന്ന കൈ മാറ്റുവാണ്. എന്നിട്ട് വഗൂരി അവളുടെ ഫേസിൽ പിടിച്ചിട്ട്, വാ നമുക്ക് കുറച്ച് സമയം നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് പോവാം. എന്നിട്ട് അവള് മങ്കി ബാർസ് കമ്പിയിൽ പിടിച്ചിട്ട് തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സബാരു അവിടെ വന്നിട്ട്, കരൂക്കോ, ഡ്രസ്സിലൊക്കെ അഴുക്കാവും, സൂക്ഷിക്കുന്നു പറയുവാണ്. അപ്പൊ വഗൂരി, ചെറുപ്പത്തിൽ ഞാൻ എപ്പോ കളിച്ചാലും ഡ്രസ്സ് മൊത്തം അഴുക്കാക്കിയിട്ടായിരിക്കും അമ്മ എന്റെ അടുത്ത് കൊടുക്കുന്നുണ്ടാവുക, അപ്പൊ അമ്മ എന്നെ എന്തുമാത്രം വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? നീ അതൊക്കെ ഓർമ്മിക്കുന്നുണ്ടോ സബാരു എന്ന് ചോദിക്കുവാണ്. നിനക്ക് ഓർമ്മയുണ്ടോ ചെറുപ്പത്തിൽ ഞാൻ മങ്കി ബാർസ് കളിച്ചിട്ട് താഴെ വീണപ്പത്തേനും നീ അടുത്ത് വന്നിട്ട്, വഗൂരി നീ മരിച്ചു പോവല്ലേ, നിന്റെ വേദന മൊത്തം എന്റെ അടുത്ത് താ, അങ്ങനെ പറഞ്ഞ് നീ കരഞ്ഞത് ഓർമ്മയുണ്ടോ? അപ്പൊ സബാരു പെട്ടെന്ന്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, നീ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്, നീ അങ്ങനെ പറഞ്ഞപ്പത്തേനും പെട്ടെന്ന് അപ്പോൾ ഉള്ള എന്റെ വേദനയും എന്റെ കണ്ണീരൊക്കെ കാണാണ്ട് പോയി, നീ വളരെ കൈൻഡ് ആയിട്ടാണ് ചെറുപ്പം മുതലേ എന്റെ അടുത്ത് ഇരിക്കുന്നത്. അപ്പൊ സബാരു, ഇല്ല, എന്റെ പ്രോബ്ലംസ് കാരണം ഞാൻ എപ്പോഴും നിനക്കൊരു ഭാരാണ്, നീ വളരെ കൈൻഡ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിന്നോട് പെരുമാറുന്നതായി നിനക്ക് തോന്നുന്നത്. പെട്ടെന്ന് വഗൂരി എഴുന്നേറ്റ്, ഇത് ഒട്ടും ശരിയല്ല. എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിച്ചിട്ട്, മതി, നീ ഇങ്ങനെ ഒന്നും സംസാരിക്കല്ലേ, ഇതൊക്കെ ഒന്ന് നിർത്ത്, ഇത് നോക്ക്, ചെറുപ്പം മുതലേ ഞാൻ നിന്നെ കാണുന്നതാണ്, ചെറുപ്പത്തിൽ ഞാൻ ആ മങ്കി ബാർസ് കളിച്ചോണ്ടിരുന്നപ്പോ നീ എന്നെ വഴക്കു പറയോ എന്നോട് ദേഷ്യപ്പെടുകയോ ഒന്നും അല്ലേ ചെയ്തത്, പകരം നീ എന്നെ കുറിച്ച് ഓർത്ത് കരയുമായിരുന്നു. അതും അല്ലാണ്ട് അന്ന് ഞാൻ കരഞ്ഞപ്പോ എന്നെ ഓർത്ത് നീ വല്ലാണ്ട് വിഷമിച്ചു, അതൊക്കെ കാണുമ്പോ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. സബാരു, നീയാണ് ഇത്രയും കാലം എന്റെ കൂടെ ഉണ്ടായിരുന്നത്, എനിക്ക് എപ്പോ ആവശ്യമുണ്ടെങ്കിലും നീയാണ് എന്റെ ഒപ്പം വന്നോണ്ടിരുന്നത്, ഞാൻ നിന്നെ ഒരുപാട് ലവ് ചെയ്യുന്നുണ്ട് സബാരു, ഞാൻ കണ്ണിൽ കാണുന്നത് വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ നിന്റെ സ്നേഹവും കെയറിങ്ങും ഒക്കെ കണ്ണിൽ കണ്ട ആളാണ്, അതുകൊണ്ട് എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു സബാരു, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പെട്ടെന്ന് സബാരുവിന് വഗൂരി വന്ന് അവളെ ആദ്യമായിട്ട് രക്ഷിക്കില്ല, അത് ഓർക്കുവാണ്. അവൾ അപ്പോഴേ അങ്ങനെയാണ്, എന്നെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ടെന്ന് പറയാവള്, എനിക്ക് മനസ്സിലായി, ഞാൻ എന്താണോ ചെയ്യേണ്ടത് അതെനിക്ക് മനസ്സിലായി. അങ്ങനെ സബാരു പോയിട്ട് വഗൂരിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ വഗൂരി, സബാരു നിനക്ക് എന്താ പറ്റിയേ?
അപ്പൊ സബാരു, കരൂക്കോ, ഞാൻ റിൻഡാരോനെ കണ്ട് ഇനി നിന്നെ കാണാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ മുമ്പ് ഞാൻ നിന്റെ അടുത്ത് വന്ന് ചോദിക്കണമായിരുന്നു. അവൻ ചിഡോരി സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവനെ കാണരുതെന്ന് പറയാൻ കാരണം. ഇനി പറ, നിനക്ക് എന്താ വേണ്ടേ? അപ്പൊ വഗൂരി തിരിച്ചവളെ ഹഗ് ചെയ്തിട്ട്, എന്നോട് ക്ഷമിക്കൂ സബാരു, എനിക്ക് റിൻഡാരോനെ കാണണം. അപ്പൊ സബാരു, കരൂക്കോ, ഞാൻ ഇനി ഒരു കാര്യം കൂടെ നിന്റെ അടുത്ത് ചോദിച്ചോട്ടെ, നിനക്ക് റിൻഡാരോനെ ഇഷ്ടാണോ? അപ്പൊ വഗൂരി, അതെ, എനിക്ക് അവനെ ഇഷ്ടാണ്, ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്. അതെയോന്ന് പറഞ്ഞിട്ട് സബാരുവിന് സന്തോഷാവുകയാണ്. എന്നിട്ട് സബാരു, നിനക്കറിയോ, ഞാൻ റിൻഡാരോന്റെ അടുത്ത് ഇനി തൊട്ട് നിന്നെ കാണരുത് എന്ന് പറഞ്ഞപ്പോ, ഇല്ല, എന്നോട് ക്ഷമിക്കണം, എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. എന്നിട്ട് സബാരു ഇങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇന്നും എന്നെ തന്നെ സ്വയം ഇഷ്ടപ്പെടാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ കരൂക്കോ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അവൾ എന്നെ വിശ്വസിക്കുന്നുണ്ട്. ഇനി എന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല. വഗൂരി എന്റെ മേല് കാണിച്ച വിശ്വാസം ഞാൻ എന്തായാലും ഇനി കളയാൻ സമ്മതിക്കില്ല. ഇനി എന്ത് നടന്നാലും ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിനക്ക് എന്നെ ഇഷ്ടായെങ്കിൽ എനിക്കും എന്നെ തന്നെ ഇഷ്ടപ്പെടാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇനി എന്റെ തല ഉയർത്തി തന്നെ പിടിക്കും, എന്നിട്ട് ഞാൻ നിന്റെ ഒപ്പം തന്നെ നടക്കും, പ്രൗഡായി തന്നെ. അടുത്ത സീനിൽ വഗൂരി സബാരുവും കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വഗൂരി, ഒരുപാട് ഇരുട്ടിയില്ലേ, എന്നോട് ക്ഷമിക്ക്, കുറച്ചു നേരം അധികമായി പോയി. അതൊന്നും കുഴപ്പമില്ല സബാരു. സബാരു ഒരു കുട്ടീനെ പോലെ കരയുന്നത് കണ്ടിട്ട് കുറെ കാലമായിരുന്നു. അപ്പൊ സബാരു, ഒന്ന് നിർത്തുവോ? അപ്പൊ പെട്ടെന്ന് വഗൂരിക്ക് ഒരു മെസ്സേജ് വരുവാണ്. അത് റിൻഡാരോ ആയിരിക്കും അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക. റിൻഡാരോ ഫ്രീ ആണെങ്കിൽ എനിക്ക് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റുമെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ മെസ്സേജ് അയച്ചിട്ട് റിൻഡാരോ വളരെ ടെൻഷൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അവൻ അങ്ങനെ മെസ്സേജ് അയക്കാൻ കാരണം അവൻ എന്തായാലും വഗൂരിനെ കാണാതിരിക്കാൻ പറ്റുണ്ടാവില്ല. അപ്പോ സബാരുവിന്റെ അടുത്ത് പെർമിഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ ആ മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക. സബാരുമായിട്ട് അവന് കോണ്ടാക്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ സബാരുവിനെ എങ്ങനെയും ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക. അപ്പൊ റിൻഡാരോയ്ക്ക് സബാരുമായിട്ട് എന്താണ് സംസാരിച്ചിരിക്കുന്നതെന്ന് പറയാനും പറ്റില്ല, പക്ഷെ സബാരുവിനെ കാണണമെന്നും പറയണം. ഞാൻ എന്താ ഇപ്പൊ അവളോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ നോക്കി ഇരിക്കുമായിരിക്കും അവൻ. എന്നിട്ട് അവന്റെ ഫോണിലേക്ക് വഗൂരി കോൾ ചെയ്യാണ്. എനിക്കിപ്പൊ സമയമുണ്ട്, നമുക്ക് സംസാരിക്കാന്ന് പറയുവാണ്. നീ ഇന്ന് കേക്ക് ഷോപ്പിൽ വന്നപ്പോ എന്നെ കൊണ്ട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല, അതിന് ഞാൻ നിന്നോട് സോറി ചോദിക്കാന്ന് പറയുവാണ്. അതൊന്നും കുഴപ്പമില്ലാന്ന് വഗൂരിയും പറയും. അല്ല, നിനക്കെന്തോ എന്നോട് ചോദിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താ അതെന്ന് ചോദിക്കുവാണ്. എന്നിട്ട് റിൻഡാരോ, എനിക്ക് സബാരുവിന്റെ അടുത്ത് ഒന്ന് സംസാരിക്കണമായിരുന്നു. സബാരുവോ? ആ അതെ, എനിക്കൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് പറയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ വഗൂരി ചിരിച്ചിട്ട്, സബാരു എന്റെ അടുത്ത് തന്നെയുണ്ട്, ഞാൻ അവക്ക് ഫോൺ കൊടുക്കാം. അപ്പൊ റിൻഡാരോയ്ക്ക് കിളി പോവാണ്. എന്ത്, സബാരു അടുത്തുണ്ടോ? എന്നിട്ട് സബാരു ഫോൺ എടുത്തിട്ട്, ഹലോ, എന്റെ അടുത്ത് എന്താ പറയാനുള്ളത്? അത് ആ കഫേല് സംസാരിച്ചില്ലേ, അതിനെ കുറിച്ചാണ് എന്ന് റിൻഡാരോ ഇങ്ങനെ പറയുവാണ്. അപ്പൊ സബാരു, റിൻഡാരോ, നാളെ സ്കൂള് കഴിഞ്ഞിട്ട് നീ ഈവനിങ് ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ട് അവളൊരു ഗൂഗിൾ മാപ്പിൽ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. അവിടെ വന്ന് നിൽക്കുവാണ് റിൻഡാരോ അടുത്ത ദിവസം. സബാരു എന്ന് പറഞ്ഞ് അടുത്ത് വരുവാണ്. അപ്പൊ സബാരു, എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ച് സമയം എനിക്ക് വേണ്ടി ചോദിച്ചതിന്. അതൊന്നും കുഴപ്പമില്ല, എനിക്കായിരുന്നു ശരിക്കും നിന്നോട് സംസാരിക്കേണ്ടത്. ശരിക്കും സ്കൂൾ കഴിഞ്ഞ് മീറ്റ് ചെയ്യാൻ നിനക്ക് ഓക്കെ ആയിരുന്നോ? ഇന്ന് സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇല്ല, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ് സബാരു. നിനക്ക് എന്താ വേണ്ടത്? അപ്പൊ റിൻഡാരോ അറ്റൻഷനിൽ നിന്നിട്ട്, സബാരു, എനിക്ക് എന്താ നിങ്ങളുടെ അടുത്തുനിന്ന് വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വഗൂരിനെ കാണാൻ വേണ്ടിട്ട് നീ സമ്മതിക്കണം. അപ്പൊ സബാരു ഇരുന്നിട്ട്, അതിന് ഞാൻ അവളുടെ അമ്മയൊന്നും അല്ലല്ലോ. അപ്പൊ റിൻഡാരോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അന്ന് കഫേയിൽ വെച്ച് പറഞ്ഞതിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലായി. ചിഡോരിക്കും കിക്കിയോയ്ക്കും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ തമ്മിൽ കാണുന്നത് അറിഞ്ഞാൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ എന്ന് പറഞ്ഞിട്ട് അവൻ വഗൂരി പറഞ്ഞത് ഓർക്കുവാണ്. എനിക്ക് ഒന്നിനെ കുറിച്ച് അറിയേണ്ട കാര്യമില്ല, എനിക്ക് നിന്നെ കുറിച്ച് ഒരുപാട് അറിയണം റിൻഡാരോ എന്ന് പറഞ്ഞത് ഓർക്കുവാണ്. എനിക്ക് വഗൂരിനെ എപ്പോഴും കാണണം, പക്ഷെ അതുകൊണ്ട് ഒരു ട്രബിൾ അവൾക്കുണ്ടാവുന്നത് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, അവൾക്ക് ട്രബിൾ വരുത്താത്ത രീതിയിൽ ഞാൻ എങ്ങനെയാണ് അവളെ കാണേണ്ടത്? എനിക്കറിയാം നിങ്ങളോട് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നതും തെറ്റാണ്, കാരണം നിങ്ങളല്ലേ പറഞ്ഞത് വഗൂരിനെ കാണാൻ പാടില്ല എന്ന്. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞ കാരണമാണോ നീ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഞാൻ അതെന്റെ സെൽഫിഷായ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അതുമല്ലാണ്ട് അന്നേ നിങ്ങൾ അതിനുള്ള ആൻസറും എന്റെ അടുത്ത് പറഞ്ഞല്ലോ. എന്നോട് ക്ഷമിക്കണം, എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. ഞാൻ അന്ന് നിന്നോട് വളരെ ക്രൂരമായിട്ടാണ് സംസാരിച്ചത്, അതിന് നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ? അപ്പൊ റിൻഡാരോ, ഇല്ല, നീ ശരിക്കും വഗൂരിനെ നന്നായിട്ട് എന്നെ കെയർ ചെയ്യുന്നില്ലേ? ഒരാളെ അത്രമാത്രം കെയർ ചെയ്യുന്ന ആളെ ഞാൻ ശരിക്കും അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുമല്ലാണ്ട് എനിക്ക് തോന്നുന്നത് നീ വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇനി നിന്നെ സമാധാനിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കാരണം വളരെ ട്രഷർ ആയിട്ടുള്ള വഗൂരിനെ പോലെയുള്ള ഒരാളെ അവഗണിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. സോ പ്ലീസ് എന്നോട് പറയൂന്ന് പറഞ്ഞിട്ട് റിൻഡാരോ സബാരുവിന്റെ അടുത്ത് തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ സബാരു ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, വഗൂരി, നീ നല്ലൊരു പേഴ്സൺ ആയതുകൊണ്ട് നീ സ്നേഹിക്കുന്ന ആള് വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്.
എന്നിട്ട് സബാരു ഞാൻ എന്തൊരു പൊട്ടിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുവാണ്. സബാരു റിൻഡാരോന്റെ അടുത്ത് നിനക്കൊരു കാര്യം അറിയോ, ഞാൻ കഫേയിൽ നടന്ന കാര്യങ്ങളൊക്കെ വഗൂരിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ റിൻഡാരോ ഷോക്ക് ആവുകയാണ്. എന്ത്, എല്ലാം പറഞ്ഞോ? അപ്പൊ സബാരു എല്ലാം പറഞ്ഞു എന്ന് പറയാണ്. എനിക്ക് സ്പെസിഫിക് ആയിട്ട് എന്താ പറഞ്ഞെന്ന് അറിയണം. ഞാൻ അന്ന് കഫേയിൽ വെച്ച് നിന്നോട് ആൻസർ പറഞ്ഞത് നീ വഗൂരിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അപ്പൊ സബാരു എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്കൂളിന്റെ ദൂരെ വെച്ച് നിങ്ങൾ രണ്ടുപേരും കാണുന്നത് കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾ കെയർഫുൾ ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് അത് മാത്രം മതി. ആ സമയം റിൻഡാരോന്റെ മേത്ത് ഒരു ഫുട്ബോൾ വന്ന് ഇടിക്കുവാണ്. അപ്പൊ സബാരു എന്തേലും പറ്റിയോ? ഇല്ല, കുഴപ്പമില്ല. അപ്പൊ അവിടേക്ക് ഓടിയെത്തുന്ന ആ ചെറിയ കുട്ടി ഇവര് കഫേയിൽ ഇരുന്നപ്പോ താഴെ വീണിട്ട് എണീപ്പിച്ചു വിട്ടിട്ടുണ്ടാവില്ലേ, ആ കുട്ടിയായിരിക്കും. എന്നിട്ട് ആ ചെറിയ കുട്ടി വന്നിട്ട് നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പൊ റിൻഡാരോ ഇല്ല, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം സൂക്ഷിച്ച് കളിക്കണേ. അപ്പൊ ആ ചെറിയ കുട്ടി ശരിന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ആയിരുന്നില്ലേ അന്നും ഒരുമിച്ചുണ്ടായിരുന്നെ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്നാണ്. ഇപ്പൊ റിൻഡാരോയ്ക്ക് പെട്ടെന്ന് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നിട്ട് ഇല്ല, ഞങ്ങള് ശരിക്കും ഫ്രണ്ട്സ് അല്ല എന്ന് പറയുവാണ്. അപ്പൊ ആ കുട്ടി നിങ്ങൾ വർത്താനം പറയണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ ചെറിയ കുട്ടിയുടെ ഫ്രണ്ട്സ് വിളിക്കുവാണ്. അവൻ ഓടി പോവാണ് അവർക്ക് ടാറ്റ പറഞ്ഞിട്ട്. അപ്പൊ അവന്റെ കൂട്ടുകാര് നീ അവരെ കണ്ട് പേടിച്ചോ? ഇല്ല, അവര് സൂപ്പർ നൈസ് ആണ് എന്നാ കൊച്ചു പറയുവാണ്. അപ്പൊ സബാരു അവിടെ ഇരുന്നിട്ട് നമ്മള് ഫ്രണ്ട്സ് ആകുന്നതിൽ നിന്ന് വളരെ അകലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണെന്ന് റിൻഡാരോയും പറയാണ്. പക്ഷെ നിനക്കറിയോ, ഒരു ദിവസം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ സബാരു ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, ഒരിക്കൽ എന്നെ തന്നെ എനിക്ക് ശരിക്കും സ്നേഹിക്കാൻ കഴിയും എന്നിങ്ങനെ മനസ്സിൽ കരുതിയിട്ട് റിൻഡാരോന്റെ അടുത്ത് നിനക്ക് എന്റെ ഫ്രണ്ട് ആകാൻ കഴിയുമോ? റിൻഡാരോ അത് കേട്ട് ഞെട്ടുവാണ്. നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുവാണ് റിൻഡാരോ. ഞാൻ ചിഡോരിയിലാണ് പഠിക്കുന്നത്, നിനക്ക് ഓർമ്മയില്ലേ? അപ്പൊ സബാരു എനിക്കത് അറിയാം. പിന്നെ റിൻഡാരോ ചോദിക്കുവാണ്, സബാരു നിനക്ക് എന്താ പറ്റിയേ? അപ്പൊ അവള് ചിരിച്ചിട്ട് അതൊരു സീക്രട്ട് ആണ് എന്ന് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.